ദാ ഇപ്പം കാണുന്നില്ലേ ഈ വള്ളി റോസ്, ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനിവളെ കണ്ടത്, ആദ്യമായിട്ട് കണ്ടത്. കണ്ട മാത്രമേ ഇഷ്ടപ്പെട്ടു. അത്ര സുന്ദരമായിട്ട് നിറയെ പൂത്ത് കൊലകൊലയായിട്ട് നിൽക്കുന്ന ഈ റോസിനെ കണ്ട മാത്രത്തിൽ തന്നെ അവിടെ അടുത്ത് ഞാൻ കമ്പ് വാങ്ങി കൊണ്ടുവന്ന് നാട്ടിൽ നട്ടു. പക്ഷെ എന്തോ അതെനിക്ക് പിടിച്ച് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അന്നൊന്നും ഇത് വൈറലല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇത് യൂട്യൂബിലൊക്കെ ഒരുപാട് പേരെടുത്ത് ഇതിന് ഭയങ്കര വൈറലായി. പക്ഷേ രണ്ട് ചെറിയ കട്ടിങ്ങിന് വരെ 100 രൂപ 150 രൂപയൊക്കെ വില പറഞ്ഞപ്പം മുമ്പത്തെ കട്ടിങ് കൈ പൊള്ളിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിന് മുതിർന്നില്ല. പിന്നെ ചെടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല വിലയും. പിന്നീട് മണ്ണൂത്തിൽ വെച്ചിട്ട് ഒരു പാവം പിടിച്ചൊരു ചേട്ടനും ചേട്ടത്തി നടത്തുന്ന ഒരു ഒരു നഴ്സറിയിൽ നിന്ന് എനിക്ക് ഇവളെ കിട്ടിയിട്ട്. പക്ഷേ ഇവൾ ചുവന്ന വള്ളി റോസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു മോളെ തീർന്നു പോയല്ലോ, പിങ്ക് ഉണ്ട്. പിങ്കെങ്കിൽ പിങ്ക് ചെറിയൊരു തയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു പിങ്ക് ഉണ്ട്, റെഡൊക്കെ തീർന്നു പോയല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ 10 രൂപയ്ക്ക് ഞാനത് കൊടുത്തിട്ടാണ് മേടിച്ച് കൊണ്ടുവന്നത്. ഞാൻ അപ്പോൾ തന്നെ അവരോട് ചോദിച്ചത് 10 രൂപ മതിയോ ചേട്ടാ, റോസിൻ്റെ കൊമ്പല്ല. അപ്പോൾ പറഞ്ഞു മോളെ ജസ്റ്റ് വേര് പിടിച്ചോന്ന് തന്നെ അറിയില്ല, കൊണ്ടുപോയിട്ട് ഉണ്ടാവുമോ നോക്കി, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കൊണ്ടുവന്ന് അങ്ങനെ അത് ഉണ്ടായി ഇതിൽ ആദ്യത്തെ മുട്ട് വിരിഞ്ഞപ്പോഴാണ് ഞാൻ അന്തം വിട്ടു പോയത്. കാരണം അപ്പോഴൊക്കെ ഞാൻ റെഡ് ഈ വള്ളി റോസ് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു, പലയിടത്തും കിട്ടിയില്ല. കുഞ്ഞൊരു രക്തത്തുള്ളി പോലൊരു കുഞ്ഞ് റോസ്, സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് തുള്ളിച്ചാടണം തോന്നി. അങ്ങനെ പിന്നീട് ഞാൻ അവിടെ എനിക്ക് അവരോടിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവരിതിപ്പോൾ വേര് പിടിച്ചൊരു തയ്യായിരുന്നെങ്കിൽ അവരിവിടെ എത്ര പൈസക്ക് അത് വിൽക്കുമായിരുന്നു എന്നാണ് ചോദിച്ചു. പക്ഷേ ഞാൻ പിന്നീട് പോയപ്പോഴും അവിടുന്ന് പിന്നെ എനിക്ക് പിന്നെ ഒരു പിങ്ക് വള്ളി റോസ്, ഇനി റെഡ് ആയല്ലോ, ഒരു പിങ്ക് വള്ളി റോസ് ചോദിച്ചു. അപ്പോൾ 2 റോസ് കാണിച്ചു തന്നെ, രണ്ടും കൂടി എടുത്താൽ മോളെ 15 റുപ്യ തന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അത് ചെറിയ പിങ്ക് റോസ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇതിന്ന് കഷ്ണം മുറിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നട്ടു. അതിൽ വിരിഞ്ഞിട്ടോ, അതിനകത്തും വിരിഞ്ഞു റോസ്. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും മുമ്പായിരുന്നു അതിൽ വിരിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ വളരെ ക്യൂട്ടാട്ടോ. ഇപ്പോൾ ഇതാ പടർന്ന് പന്തലിച്ച് നിറയെ മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഓരോരോരോ തിളർപ്പിലും മുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇക്കൊല്ലാണ് ഇത് ഏറ്റവും നന്നായിട്ട് വിരിഞ്ഞ് കേട്ടോ. 2-3 കൊല്ലമായി വാങ്ങിയെങ്കിലും ഏറ്റവും നന്നായിട്ട് വിരിഞ്ഞതും നന്നായിട്ട് വെയിലൊക്കെ തട്ടുന്നത്. ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു, മാവ് വെട്ടിയപ്പോഴാണ് നന്നായിട്ട് വെളിച്ചും വെയിലൊക്കെ തട്ടിയിട്ട് ഇത് നിറച്ചും പൂത്ത് നിൽക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നീട് എനിക്ക് ആ വിവരമൊന്ന് പറയണമെന്ന് കരുതി പിന്നെ മണ്ണൂത്തി പോയപ്പോഴത്തേക്കും ആ ചേട്ടനും ചേട്ടത്തിയൊക്കെ അവിടുന്ന് ആ നഴ്സറി ഒഴിവാക്കി വേറെ എങ്ങോട്ടോ മാറിയിരുന്നു കേട്ടോ. അവരെനിക്ക് 10 രൂപയ്ക്ക് കുരുമുളക്, 10 രൂപയുടെ ഈ വള്ളി റോസൊക്കെ തന്നെ എല്ലാം നന്നായിട്ടുണ്ടാവും ചെയ്തു, നന്നായിട്ട് കായ്ക്കും ചെയ്തു കേട്ടോ. അവരോട് ഒരുപാട് നന്ദിയുണ്ട്. അവരുടെ പേരൊന്നും എനിക്കറിയില്ല. അവരങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ നഴ്സറി നടത്തുന്നവരല്ല. അവരെന്നെ പ്രോപ്പഗേറ്റ് ചെയ്തിട്ട് ചെറിയ പൈസക്കൊക്കെ വിറ്റ് നടക്കുന്നവരാട്ടോ. ഞാൻ നിങ്ങളവിടുന്ന് എപ്പോഴും കയറും, എന്തെങ്കിലും ചെടി വാങ്ങാതിരിക്കില്ലായിരുന്നു. അവർ എവിടെയാണെന്നൊന്നും പോലും ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒരുപാട് നന്ദി, സന്തോഷമുണ്ട്.